ചാർജ് ചെയ്യാനുള്ള സമയം ടെസ്റ്റ് എടുത്ത് നോക്കാം. ഒരെണ്ണം കൂടി ഇതിൻ്റെ വാടകയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിലില്ല, മിക്സർ വെച്ച് രണ്ടെണ്ണം വെച്ച്. Trishur Marthoma Yojana Sakhya invites everyone into the musical fiesta of Caroline 2007. അനുഗ്രഹീത അനുഭവങ്ങളുടെ നേർക്കാഴ്ചയുമായി വീണ്ടും ഒരു ക്രിസ്മസ് കൂടി ആഗതമായി. ആരവങ്ങളില്ലാതെ ആഘോഷങ്ങളില്ലാതെ രാജാതിരാജന്റെ തിരുജന്മം. പണ്ഡിതരായ വിദ്വാന്മാരും പാമരരായ ആട്ടിടയന്മാരും ഒന്നിച്ചു വന്ന സമത്വത്തിന്റെ പുതുജനം. അന്നവർക്കായി മുഴങ്ങിയ സംഗീതത്തിന്റെ അലയൊലികൾ വീണ്ടും ഉയരുകയാണ്. കാലങ്ങളിലൂടെ സഞ്ചരിച്ച് നമ്മുടെ കാതുകളിലേക്ക് ഒന്നു ചേരുക ആർദ്രമായ ആ ഇല്ലങ്ങളിലേക്ക്.
നമ്മുടെ ഇടവകയുടെ ചുമതലക്കാരാണ്. അത് പ്രധാനമായി ഇടവക ട്രസ്റ്റിനെയും മറ്റു ചുമതലക്കാരെയും എല്ലാ ഇടവക അംഗങ്ങളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കരോൾ നൈറ്റ് ഒരു മത്സരമല്ല, മറിച്ച് ഒരു സന്ദേശമാണ്. ഈ ലോകത്തിൽ ഭൂജാതനായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജനിക്കണം എന്ന സന്ദേശം. ഈ ഗാനസന്ധ്യയിലൂടെ ഈ സന്ദേശം എല്ലാവർക്കും എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വന്നു ചേർന്ന എല്ലാവർക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. Thank you, Vidya. Now let's hear from the word of God. പാഠഭാഗമായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെ. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസഫിനെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്നുള്ളൂ. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവനെ മനസ്സിലായിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മുടെ കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും എന്ന കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാക്കുവാൻ ഇതൊക്കെയും സംഭവിച്ചു. യോസഫ് ഉറക്കമുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ടു. മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവർ യേശു എന്ന് പേർ വിളിച്ചു. ഇവിടെ പാഠഭാഗം അവസാനം. We welcome our dear vicar, David Daniel, for the presidential address. ഇന്നത്തെ നമ്മുടെ ഗാനസന്ധ്യയുടെ വിശിഷ്ട അതിഥിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് ചക്കാലമറ്റും അച്ഛൻ, ബഹുമാനപ്പെട്ട ജോൺസൺ വർഗീസ് അച്ഛൻ, ബിജു അച്ഛൻ, ഇവിടെ ആളുകളായിരിക്കുന്ന ജഡ്ജസ്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഗായക സംഘാംഗങ്ങളെ, ഇടവജനങ്ങളെ, കർത്താവിൻ പ്രിയപ്പെട്ട ഇന്നത്തെ കരോൾ നൈറ്റിലൂടെ ഈ ഇടവയുടെ ഈ വർഷത്തെ ക്രിസ്മസ് ആചരണത്തിൻ്റെ കൊടി ഉയരുകയാണ്. തുടർന്നുള്ള ദിനങ്ങളിൽ പ്രത്യേകമായി 22-ാം തീയതിയോടെ ഈ ഇടവയുടെ കരോൾ നൈറ്റ് നടക്കുന്നു. 25-ാം തീയതി വിശുദ്ധ കുർബാനയുണ്ട്. ഈ വിധത്തിലാണ് ഈ വർഷത്തെ ക്രിസ്മസ് ആചരണം കൊണ്ടാടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്നാൽ എല്ലാ വർഷവും ക്രിസ്മസ് ആചരണത്തിൻ്റെ കൊടി ഉയർത്തുന്ന യുവജനസംഖ്യമാണ്. അവർ നടത്തുന്ന ക്രിസ്മസ് കരോൾ കോമ്പറ്റീഷനിലൂടെ ക്രിസ്മസ് ആചരണത്തിൻ്റെ ഒരു പുതിയ ഉന്മേഷം കടന്നുവരികയാണ്. അത് ക്രമം തെറ്റാതെ ഈ വർഷവും അപ്രകാരം തന്നെ അവർ ക്രമീകരിച്ചതിൽ പ്രത്യേകമായി അവരെ അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ സ്വാഗതം ആശംസിച്ച ശേഷം സ്വാഗത കർത്താവായിരിക്കുന്ന മിയ പറഞ്ഞു നിർത്തിയത്, ക്രിസ്മസ് കരോൾ എന്ന് പറയുന്നത് ഒരു സന്ദേശമാണ്. അത് കാൽവരി തൊഴുത്തിൽ അല്ലെങ്കിൽ പശുത്തൊഴുത്തിൽ പിറന്നതായിട്ടുള്ള യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടെ സർവ്വജനത്തിനും ലഭിക്കുന്നതായിട്ടുള്ള സന്തോഷത്തിൻ്റെ അനുഭവം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവം ലോകത്തോട് സംസാരിച്ചതായിട്ടുള്ള ഒരു ഭാഷ, അതാണ് കാലിത്തൊഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം എന്താ നമ്മോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്താ നമ്മോട് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചു, അത് തൻ്റെ പുത്രനിലൂടെ ലോകത്ത് നൽകുകയാണ്.
എന്നാൽ ഈ കാലഘട്ടത്തിൽ നാം പല വ്യക്തിത്വങ്ങളെ പ്രത്യേകമായി ഓർക്കും. ആട്ടിടയന്മാർ, വിദ്വാൻമാർ, അതോടൊപ്പം തന്നെ എലിസബത്ത് സെക്രട്ടറിയാവ്, ഇങ്ങനെ പല വ്യക്തിത്വങ്ങളെ നമ്മൾ ഓർക്കും. അതോടൊപ്പം തന്നെ ഇതിൽ മുഖ്യസ്ഥാനം ജോസഫിനും മറിയയ്ക്കുമാണ്. എന്നാൽ ഈ കാലയളവിൽ യേശുക്രിസ്തുവിനെ അന്വേഷിച്ച് കടന്നു വന്നതായിട്ടുള്ള വിദ്വാൻമാരുടെ എണ്ണത്തിൽ പ്രത്യേകമായ അവിടെ അനുഭവങ്ങൾ പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ലോകത്തിന്റെ മശീഹ പിറന്നു എന്നുള്ള സന്ദേശം കേട്ടുടനെ അവർ യാത്ര പുറപ്പെടുകയാണ് മശീഹയെ കാണുവാനായി. ഒരു അന്വേഷണമാണ്. ആ അന്വേഷണം നാം കാണുന്നു. ഹെരോദാവിൻ്റെ കാലത്തിൽ തുടർന്ന് നക്ഷത്രം അവരെ കാലിത്തൊഴുത്തിലും കൊണ്ടെത്തിക്കുന്നതായി നാം കാണുന്നു. അത് 2001 വർഷങ്ങൾക്ക് മുമ്പ് നാം കണ്ടതായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. എന്നാൽ ഇന്നും ആ പ്രതിഭാസം നമ്മളിലൂടെ തുറന്നുകൊണ്ടിരിക്കേണ്ടതായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു ജനത്തിന് മാത്രമേ കർത്താവിനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കൂ. ആ യാത്രയിൽ ദൈവികമായിരിക്കുന്ന അടയാളങ്ങളും അത്ഭുതങ്ങളും അതിശയങ്ങളുമെല്ലാം നമ്മുടെ യാത്രയ്ക്ക് ശക്തി നൽകുകയും ഉന്മേഷം നൽകുകയും ചെയ്യുന്നതായിട്ടുള്ള അനുഭവമാണ്. നക്ഷത്രം കണ്ടപ്പോൾ വിദ്വാൻമാർ ആനന്ദിച്ചു, ആഹ്ലാദിച്ചു. പിന്നെ ഇടത്തോട്ടോ വലത്തോട്ടോ വഴിതെറ്റേണ്ട ആവശ്യമില്ല. നേരെ ആ നക്ഷത്രം കൊണ്ട് ചെന്ന് നിന്നത് ഈ മുൻകൂട്ടിന്റെ വാതിലാണ്. അതുകൊണ്ട് വർഷങ്ങൾ കഴിയുന്തോറും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മുതൽ നാം കാണുന്നുണ്ട്, എല്ലാ വർഷവും ഡിസംബറിൽ നാം ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്, ആചരിക്കുന്നു. എന്നാൽ ഇത് കർത്താവിൻ്റെ വരവരെ നിൽക്കുന്ന ഒരു പ്രതിഭാസവുമല്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഓരോ വർഷവും ഈ ആചരണത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മളിൽ നിന്ന് ഈ അന്വേഷണത്തിന് നഷ്ടപ്പെടുവാനായിട്ട് പാടില്ല. ഇതൊരാഘോഷമായി മാത്രം പരിണമിക്കുന്നതായിട്ടുള്ള അനുഭവത്തിലാണ് ഈ ലക്ഷ്യം മാറി ഇതൊരു ആഘോഷത്തിൻ്റെയും ധ്രുവത്തിൻ്റെയും അനുഭവമായി മാറും. എന്നാൽ ഓരോ വർഷവും നമുക്ക് നൽകുന്നതായിട്ടുള്ള ആഹ്വാനം ഇതാ, ക്രിസ്തുവിനെ അന്വേഷിക്കുന്ന സമൂഹം ഈ അന്വേഷണത്തിനുള്ളതായിട്ടുള്ള ആർജവം അല്ലെങ്കിൽ ത്വര നഷ്ടപ്പെടുത്തുവാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, അന്വേഷിക്കുകയെങ്കിൽ കണ്ടെത്തും. അതുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസ് ആചരണത്തിൻ്റെ കൊടിയുടെ ഉയരുമ്പോൾ എനിക്ക് നൽകുവാനായിട്ടുള്ള സന്ദേശം ഇത് മാത്രമാണ്. ഈ ആചരണ കാലഘട്ടത്തിൽ നമ്മുടെ അന്വേഷണത്തിൻ്റെ ഊർജ്ജവും വർദ്ധിക്കുകയാണ്. ഇന്നലെ ഞാൻ കർത്താവിനെ അറിഞ്ഞതിൽ കൂടുതലായി അറിയുവാനായി ഈ കാലഘട്ടം ഇടയാക്കണം എന്നുള്ളതായിട്ടുള്ള പ്രാർത്ഥനയും അതിനുള്ള താല്പര്യവും അതിനുള്ള സമർപ്പണവുമായി ഈ വർഷത്തെ ക്രിസ്മസ് തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും വളരെ മനോഹരമായി ചെയ്തതായിട്ടുള്ള യുവജന സഖ്യത്തിൽ അവരുടെ ഉദ്യമത്തിൽ പങ്കാളികളായി തീരുവാൻ വന്ന് സംബന്ധിച്ചിരിക്കുന്നതായിട്ടുള്ള എല്ലാ ഗായക സംഘടനകളെയും, അതോടൊപ്പം തന്നെ ഇതിന് ശക്തി പകരുവാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഇടവജനങ്ങളെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് എല്ലാവരും ക്രിസ്മസ് ആശംസകളും അറിയിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവമേ അനുഗ്രഹിക്കട്ടെ. Thank you, Ashan. Now we invite our chief guest, Reverend Thomas Chakalamattam Achan, to officially inaugurate Carol Night 2007. ഇത്രയും ബഹുമാനപ്പെട്ട വികാരിയച്ച, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട വിധികർത്താക്കളെ, സ്നേഹമുള്ള ഗായക സംഘാംഗങ്ങളെ, ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ,
ക്രിസ്മസ് ആഘോഷങ്ങളുടെ തിമിർപ്പിലാണ് നാമൊക്കെ. കഴിഞ്ഞ മാസം തന്നെ തുടങ്ങി ഈ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ. ബിസിനസ്, കത്തെഴുതൽ, നക്ഷത്രങ്ങൾ തൂക്കിയിടൽ, ദീപാലങ്കാരം, ഗായക സംഘം ഒരുങ്ങൽ, മത്സരങ്ങൾ, കരോൾ സോങ് മത്സരങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ക്രിസ്മസിലേക്ക് ഒന്നുകൂടി നാം അടുത്തു വരുമ്പോൾ സമ്മാനങ്ങൾ കൈമാറൽ, ഒപ്പം തന്നെ ശുശ്രൂഷകൾ, ക്രിസ്മസ് ആഘോഷം തുടങ്ങിയ മറ്റു പല പരിപാടികളും നാം ചെയ്യും. നാം ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് ഒരിക്കലും നാം മറന്നു പോകരുത്. ഈ കാലഘട്ടം വളരെ സന്തോഷകരമായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ, സമൂഹത്തിൽ നൽകുന്നുണ്ട് എന്ന് പറയാൻ ആവുകയില്ല. തികച്ചും സമാധാനപൂർണമായ ഒരു അന്തരീക്ഷമാണ് നമുക്കുള്ളത് എന്ന് പ്രത്യാശ വയ്ക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇങ്ങനെ ഉള്ള ഒരു അവസരത്തിലാണ് നാം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഇന്ന് ഇവിടെ വായിച്ച സുവിശേഷ ഭാഗം എന്നെ തെല്ലൊന്ന് ചിന്തിപ്പിക്കാറുണ്ട്. ഒപ്പം തന്നെ എന്നെ ഭയപ്പെടുത്താറുണ്ട്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. യേശുവിൻ്റെ അമ്മയായ മറിയം യൗസേപ്പിന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി കാണപ്പെടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്മസ് ആഘോഷത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഇതാണ് എന്ന് നമ്മുടെ വികാരിച്ച് നമ്മോട് പറഞ്ഞു. യേശുവിൻ്റെ ജനനത്തിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ഈ മറിയത്തെക്കുറിച്ച്, യൗസേപ്പിനെക്കുറിച്ച്, യേശുവിനെ കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെയാണ് ഏറ്റവും ശക്തമായി നിൽക്കുന്നത്. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനായതുകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായിക്കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കാൻ ഭാവിച്ചു. അപ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് മറിയത്തെ സ്വീകരിക്കണം എന്ന് പറയുന്നത്. ഇവിടെ മുതലാണ് എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ജോസഫിന്, യൗസേപ്പിന് എല്ലാവിധ ന്യായങ്ങളും കൊണ്ട് മറിയത്തെ ഉപേക്ഷിക്കുവാനായിട്ട്. യഹൂദ നിയമപ്രകാരം മറിയത്തെ പിടിച്ചുകൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം. അവൾ ജനത്തിൻ്റെ മുന്നിൽ അപവാദം ചെയ്തിരിക്കുകയാണ്. സമൂഹത്തിൽ അവൾ ഒറ്റപ്പെട്ടവളാണ്. സമൂഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പാടില്ല. വിവാഹത്തിന് മുമ്പ് ഗർഭിണിയാകുന്ന പെൺകുട്ടികളുടെ കഥയൊക്കെ നാം ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ നിൽക്കുന്ന അവസരത്തിലാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുന്നത്. യൗസേപ്പ് മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എങ്ങനെ? രഹസ്യമായി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ജോസഫ് ചെയ്ത് വളരെ നീതിപൂർവകമായ ഒരു കാര്യമാണ്. അതിൽ സംശയമില്ല. മാന്യനാണ് അദ്ദേഹം. യഹൂദ നിയമം കൃത്യമായി പാലിക്കുന്നവനാണെങ്കിൽ കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലണം. എന്നാലും മറിയത്തെ അപമാനപ്പെടുത്തുവാൻ മനസ്സില്ലാതെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്ന ജോസഫ് നീതിമാനാണ്. അപ്പോഴാണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ജോസഫിനോട് ചില കാര്യങ്ങൾ പറയുന്നത്. ഒന്നാമതായിട്ട്
നീ മറിയത്തെ സ്വീകരിക്കണം. മറിയത്തെ നീ സ്വീകരിക്കണം. എങ്ങനെ? നിന്റെ ഭാര്യയായി നീ സ്വീകരിക്കണം. തന്നെയുമല്ല, ശങ്ക കൂടാതെ നീ സ്വീകരിക്കണം. ഒന്ന് ശങ്ക കൂടാതെ നിന്റേതായി, നിന്റെ ഭാര്യയായി അവളെ നീ സ്വീകരിക്കണം. ഇതൊന്നുമല്ല, ഇത് കഴിഞ്ഞിട്ട് ദൈവദൂതൻ ജോസഫിനോട് പറയുന്നുണ്ട്, അവരിൽ നിന്ന് ജനിക്കുന്ന ശിശുവിന് നീ പേരിടണം യേശു എന്ന്. അങ്ങനെ യേശു എന്ന് പേരിടണം എന്ന് പറയുമ്പോൾ തന്നെ ഇവൻ എൻ്റെ പുത്രനാണ് എന്ന് ജോസഫ് അംഗീകരിക്കുകയാണ്. ജനത്തിന്റെ മുന്നിൽ മാനദണ്ഡങ്ങളില്ലാതെ, സംശയം കൂടാതെ ജോസഫ് സമ്മതിക്കുകയാണ്. ദൈവദൂതൻ പറഞ്ഞത് കേട്ടിട്ട് ജോസഫ് മറിയത്തെ തൻ്റെ പങ്കാളിയായി സ്വീകരിക്കുന്നു. ഈ സ്വീകരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? രക്ഷകൻ ജനിച്ചു. രക്ഷകൻ ഈ ലോകത്തിൽ പൂജാതനായി എന്ന് നാം പറയണം. ഈ രക്ഷകന്റെ ആഘോഷം, ക്രിസ്മസ് ആഘോഷം നാം ഘോഷിക്കുന്നു. ഈ രക്ഷകന്റെ ജനനം ഞാനും നിങ്ങളും ഘോഷിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാം നമ്മോട് തന്നെ ചോദിക്കണം, രക്ഷകൻ എന്നിലും എൻ്റെ സമൂഹത്തിലും എൻ്റെ ഭാര്യയിലും മക്കളിലും കുടുംബത്തിലും മരുമക്കളിലും സ്നേഹിതന്മാരിലും എല്ലാം ജനിക്കുന്നുണ്ടോ എന്ന് നാം ഓർക്കണം. ദൈവദൂതൻ യൗസേപ്പിനോട് പറഞ്ഞതുപോലെ ഇവിടെ രക്ഷകൻ ജനിക്കണം. അതിന് നീ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നീ ആരെയെങ്കിലും ഉപേക്ഷിക്കുവാൻ തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ, നീ ആരെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് നീ ആരെയെങ്കിലും നിന്നിൽ നിന്ന് അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, നീ ആരെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, നീ ആ വ്യക്തിയെ സ്വീകരിക്കണം. എങ്ങനെ? ശങ്ക കൂടാതെ നിന്റേതായി നീ സ്വീകരിക്കണം. തന്നെയുമല്ല, നീ അവന് പേരിടണം. എന്ത്? യേശു. അല്ലെങ്കിൽ അവൻ, നീ യേശുവിനെ പോലെയാണ് എനിക്ക്, നീ എന്റെ രക്ഷകനാണ്, ഞാൻ നിന്റെ രക്ഷകൻ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അപ്പോൾ മാത്രമേ ഈ രക്ഷകൻ ഇവിടെ പിറക്കുകയുള്ളൂ. നാം ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും എത്രയോ പേര് അകന്നു പോയിട്ടുണ്ട്. ബന്ധുമിത്രങ്ങൾ, സ്നേഹിതർ, ഉപകാരികൾ, സ്വന്തം മക്കൾ, ഭാര്യ ഉപേക്ഷിച്ചു പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടോ? സ്വീകരിക്കുക. സ്വന്തമായി ശങ്ക കൂടാതെ അവരുടെ രക്ഷകനായി. എങ്കിൽ ഈ ക്രിസ്മസ് ആഘോഷത്തിന് തീർച്ചയായും വലിയ വില ഉണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ മറ്റൊരു കാര്യം പറയുന്നത്, രക്ഷകനെ തിരിച്ചറിയാനുള്ള അടയാളം ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ മാലാഖ തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ് ആട്ടിടയന്മാർക്ക്. നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. പിള്ള കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഇതാണ് നിങ്ങൾക്കുള്ള അടയാളം. പുൽത്തൊട്ടിയിലെ ശിശു. ശിശുവിനെ നമുക്കറിയാം, ശിശു ബലഹീനതയുടെ പര്യായമാണ്, പ്രതീകമാണ്. എല്ലാറ്റിലും മറ്റുള്ളവരുടെ സഹായം ശിശുവിന് ആവശ്യമാണ്. മുല കുടിക്കാൻ, ഉറങ്ങുവാൻ, മാറിക്കിടക്കുവാൻ, തണുപ്പ് അകറ്റാൻ എന്ന് വേണ്ട ഉള്ളിലുള്ളത് പറഞ്ഞറിയിക്കാൻ പോലും കഴിയാത്ത നിസ്സഹായത കുട്ടികൾക്കുണ്ട്. കരയാൻ മാത്രം കഴിയുന്ന ബലഹീനതകൾ മാത്രമേ ശിശുവിനുള്ളൂ എന്ന് നമുക്കറിയാം. ഈ ശിശുവാണ് നിങ്ങൾക്കുള്ള അടയാളം. അത് പുൽത്തൊട്ടിയിലാണെങ്കിലോ അതിനേക്കാൾ കഷ്ടം. നാമൊക്കെ കുഞ്ഞുങ്ങളെ അതിമനോഹരമായ കിടക്കയിലും പട്ടുമെത്തയിലും ഒക്കെയാണ് വളർത്തുന്നത്.
നിങ്ങൾ കാണുന്നത് പുൽത്തൊട്ടിയിലെ ശിശുവിനെ ആണ്. കരയാൻ മാത്രം അറിയാവുന്ന ശിശുവിനെ, ദാരിദ്ര്യം അനുഭവിക്കുന്ന ശിശുവിനെ. ഈ ശിശുവിനെ, ഈ ദിവ്യരക്ഷകനെ തിരിച്ചറിയാനുള്ള അടയാളം പുൽത്തൊട്ടി, അതിൽ കിടക്കുന്നത്. അത് മാത്രമേ, അതായത് ബലഹീനതയും കഴിവില്ലായ്മയും നിസ്സഹായതയും ദാരിദ്ര്യവും നൊമ്പരവും എല്ലാം രക്ഷകന്റെ അടയാളമാണ്. നാം ഇന്ന് ഈ കരോൾ ഗാന മത്സരത്തിനും ക്രിസ്മസ് ആഘോഷങ്ങൾക്കുമായിട്ട് ഇവിടെ വരുമ്പോൾ ബലഹീനത കൊണ്ട് വിഷമിക്കുന്ന മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ടോ എന്ന് ചിന്തിക്കണം. കഴിവില്ലായ്മ കൊണ്ട്, നിസ്സഹായത കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, രോഗങ്ങൾ കൊണ്ട്, ഏകാന്തത കൊണ്ട് വിലപിക്കുന്ന, വേദന അനുഭവിക്കുന്ന സഹോദരങ്ങളെ വിട്ടിട്ടാണോ നാം ഇവിടെ വന്നിരിക്കുന്നത്? ശിശുവിനെ കാണാനുള്ള, അറിയാനുള്ള അടയാളം ഇതാണ്. പുൽത്തൊട്ടി, ദാരിദ്ര്യം, എല്ലാം. ഈ ക്രിസ്മസ് സന്ദേശം ശ്രവിച്ച ഇടയന്മാർ എന്താണ് ചെയ്തത്? ലൂക്കായുടെ സുവിശേഷം 8-ാം വാക്യം പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് ബെത്ലഹേം വരെ പോകാം, കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞ് പോവുകയാണ്. ആട്ടിടയന്മാർ പോയത് എവിടേക്കാണ്? പുൽത്തൊട്ടിയിലേക്ക്. ആരുടെ അടുത്തേക്ക്? ബലഹീനനായ ശിശുവിൻ്റെ അടുത്തേക്ക്. അവനെ രക്ഷകനായിട്ട് കാണുന്നു അവർ. ഒന്ന് നാം ഓർക്കണം, ബലഹീനതയും രോഗങ്ങളും ദാരിദ്ര്യവും പാപവും എല്ലാം രക്ഷകനെ തിരിച്ചറിയാനുള്ള അടയാളമാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ഇതാണ് രക്ഷകൻ, ഇതാണ് ലോകരക്ഷകൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സാധാരണയായിട്ട് ഈ രോഗങ്ങളെയും ദരിദ്രരെയും പാപികളെയും ഒക്കെ കാണുമ്പോൾ നാം എന്താണ് ചെയ്യുക? നമ്മളൊക്കെ പാപികളെ കാണുമ്പോൾ, രോഗികളെ കാണുമ്പോൾ, ദരിദ്രരെ കാണുമ്പോൾ കഴിയാവുന്നിടത്തോളം അടുക്കാതിരിക്കാൻ നോക്കും, അല്ലെങ്കിൽ മുഖം തിരിച്ചു കളയും, അതുമല്ലെങ്കിൽ അകന്ന് നടക്കും. കാരണം എന്താണെന്ന് അറിയാമോ? അടുത്താൽ നമുക്ക് പലതും നഷ്ടമാകും, അടുത്താൽ നമുക്ക് മുറിവേൽക്കും. ഒരു പക്ഷേ എൻ്റെ നന്മ ചിലപ്പോൾ പങ്കിലമാകും. അതുകൊണ്ട് മാറിപ്പോകുക നീതിപൂർവമായ ഒരു ചിന്തയാണ്. പക്ഷേ എന്നാൽ ദൈവിക ആഹ്വാനം ഇതൊന്നുമല്ല. ഈ ദരിദ്രന്റെയും രോഗിയുടെയും പാവപ്പെട്ടവന്റെയും ദുഃഖിതന്റെയും ഒക്കെ അടുക്കലേക്ക്, പാപിയുടെയും ഒക്കെ അടുക്കലേക്കാണ് യേശു രക്ഷകനായിട്ട് വരുന്നത്. അതുകൊണ്ട് നാം പുൽത്തൊട്ടിയിലേക്ക്, ബലഹീനരുടെ അടുക്കലേക്ക്, ദരിദ്രരുടെ അടുക്കലേക്ക് രക്ഷകനായി ചെല്ലുക. എങ്കിൽ ഇവിടെ ഈ ക്രിസ്മസ് ദിനത്തിൽ രക്ഷകൻ ജീവിക്കും. അത് തീർച്ചയായും നാം ഒന്ന് ഓർക്കണം. മാലാഖ പ്രത്യക്ഷപ്പെടുന്ന അവസരങ്ങളിൽ ഇതുപോലെ തന്നെ സുവിശേഷ ഭാഗങ്ങളിൽ പലയിടത്തും പറയുന്നുണ്ട്. ഈ മംഗള വാർത്ത അറിയിക്കുന്ന അവസരത്തിൽ തന്നെ അപ്പോഴൊക്കെ മാലാഖ, ദൂതന്മാർ പറയുന്നത് ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക എന്ന്. ഈ ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക എന്നുള്ള ആഹ്വാനം യേശുവിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ധൈര്യമായിരിക്കും. നിങ്ങളൊക്കെ ഒരുപാട് വേദനകൾ പേറിയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. സമാധാനം ചിലപ്പോൾ നിങ്ങളുടെയോ എൻ്റെയോ മനസ്സിൽ ഉണ്ടാവുകയില്ല. ദുഃഖാർത്ഥരായി, ഒറ്റപ്പെട്ടവരായി, ഉപേക്ഷിക്കപ്പെട്ടവരായി, ദാരിദ്ര്യം കൊണ്ട് മനസ്സ് കഷ്ടതയിൽ നിറഞ്ഞുകൊണ്ട് ഒക്കെ നിങ്ങളും ഞാനും ഈ ആഘോഷത്തിൽ വന്നിട്ടുണ്ടാകും. അപ്പോഴൊക്കെ ഒന്ന് ഓർക്കുക, ഭയപ്പെടാതിരിക്കുക. യേശു പറഞ്ഞത് അതാണ്. എന്തുകൊണ്ടാണ്? നമുക്കായിട്ട് ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. നാം ഒരു കാര്യം ഓർക്കണം.
യേശുവും ശിഷ്യന്മാരും കൂടിയിട്ട് ഗലീലി തടാകത്തിന്റെ ഇക്കര നിന്ന് അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നു. ഒരു ദിവസത്തെ അവരുടെ പ്രയത്നങ്ങളെല്ലാം കഴിഞ്ഞ് ആശ്വസിക്കുന്നതിനായിട്ട് ഇക്കര നിന്ന് അക്കരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ വഞ്ചിയിൽ യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഗലീലി തടാകത്തിൽ വലിയ കാറ്റും കോളും ഉണ്ടായി. തിരമാലകൾ വഞ്ചിയിൽ അടിച്ച് വഞ്ചിയിൽ വള്ളം കയറി. വഞ്ചി മുങ്ങാൻ പോകുന്നു. ഉടനെ തന്നെ ശിഷ്യന്മാരെ യേശുവിനെ വിളിച്ചു പറയുന്നു, യേശുവിനെ ഇത് കാണുന്നില്ലേ, ഞങ്ങളിതാ മരിക്കാൻ പോകുന്നു എന്ന്. യേശു എഴുന്നേറ്റ് ആകെ നോക്കി, സംഗതി ശരിയായി, ഈ വഞ്ചിയിൽ വള്ളം മുങ്ങിയിട്ട് ഇതാ ശിഷ്യന്മാർ മരിക്കാൻ പോകുന്നു. സുവിശേഷത്തിൽ പറയുന്നുണ്ട്, യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചിട്ട് കടലിനോട് പറഞ്ഞു ശാന്തമാവുക എന്ന്. പക്ഷേ എനിക്ക് ഈ ട്രാൻസ്ലേഷനൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്കിഷ്ടപ്പെട്ട വേറൊരു ട്രാൻസ്ലേഷനുണ്ട്, തമിഴ് ബൈബിൾ, എക്യുമെനിക്കൽ ബൈബിളിൽ അതിമനോഹരമായിട്ട് ഈ ഭാഗം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ: യേശു ശിഷ്യന്മാരും കൂടി ഇക്കരെ നിന്ന് അക്കരയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നാം ഒന്ന് ഓർക്കണം, ഈ വഞ്ചിയിലുള്ളത് ശിഷ്യന്മാർ മുഖ്വന്മാരാണ്. അതിൽ മുഖ്വ പ്രമാണിയായ പത്രോസുണ്ട്, യാക്കോബുണ്ട്, യോഹന്നാനുണ്ട്. ഇവരൊക്കെ മുഖ്വന്മാരായിട്ടുള്ള ഈ മനുഷ്യർ വഞ്ചിയിലുണ്ട്. അവരുടെ ഗുരുനാഥനുമൊത്താണ് അവർ ഈ വഞ്ചിയിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ വലിയ കോളിളക്കം ഉണ്ടാകുമ്പോൾ ഈ മുഖ്വ പ്രമാണിയായ പത്രോസ് ഒന്ന് പായിച്ച് നോക്കിയിട്ടുണ്ടാകും. പത്രോസിന്റെ കൂടെ ശിഷ്യഗണങ്ങളും യാക്കോബ് യോഹന്നാനും ഒന്ന് പായിച്ച് നോക്കിയിട്ടുണ്ടാകും. കാരണം തങ്ങളുടെ ഗുരുനാഥനല്ലേ, ഇവനെ രക്ഷപ്പെടുത്തണം എന്ന് വിചാരിച്ച് ഒരു അവരുടെ അനുഭവ ജ്ഞാനമൊക്കെ പായിച്ച് നോക്കിയിട്ടുണ്ടാകും. എത്രയോ ഒരു PhD-കാരനേക്കാളും പവർഫുള്ളാണ് പത്രോസ് അവിടെ വഞ്ചി. തൻ്റെ അനുഭവ സമ്പത്ത് മുഴുവനും പായിച്ച് നോക്കി പരാജയപ്പെട്ടപ്പോഴാണ് യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നത്, യേശുവിനെ നീ കാണുന്നില്ലേ, ഞങ്ങളിത് മരിക്കാൻ പോകുന്നു. യേശു എഴുന്നേറ്റിട്ട് ആകെ നോക്കി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ ട്രാൻസ്ലേഷൻ തമിഴ് ട്രാൻസ്ലേഷൻ. യേശു ഒന്ന് നോക്കിയിട്ട് കടലിനെ നോക്കിയിട്ട് പറഞ്ഞു, സുമ്മൈരി എന്ന് നാം പറയുന്നത് ആരാണ്? നമ്മുടെ വീട്ടിലേക്ക് ഒരു അപരിചിതൻ കയറി വരുമ്പോൾ വീട്ടുമുറ്റത്ത് കെട്ടിയിരിക്കുന്ന നായ്ക്കുട്ടി കിടന്ന് കുരയ്ക്കുന്നത് നമുക്ക് കാണാം. ഈ കുര കേട്ടിട്ട് ഗ്രഹനാഥൻ അല്ലെങ്കിൽ ഗ്രഹനാഥ വീടിന്റെ മുന്നിൽ വന്ന് നോക്കും. അപരിചിതനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ഗ്രഹനാഥൻ ഉണ്ടായിരിക്കില്ല എന്ന് പറയുമ്പോൾ ഈ നായ്ക്കുട്ടി വാലാട്ടി ആട്ടി ആട്ടി അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. എന്നിട്ട് നാവ് അലപ്പിച്ച് ഇങ്ങനെ നോക്കി നിൽക്കും. ഇനി എന്താണാവോ ഈ ഗ്രഹനാഥൻ അല്ലെങ്കിൽ ഗ്രഹനാഥ എന്നോട് പറയാൻ പോകുന്നത് എന്ന് വിചാരിച്ച് കണ്ണൊക്കെ വെട്ടി നോക്കി നിൽക്കുന്നത് കാണാം. എന്താണെന്ന് അറിയാമോ? ഈ നായ്ക്കുട്ടിക്ക് അറിയാം ഇവനാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്, അല്ലെങ്കിൽ എന്നെ വളർത്തുന്നതെന്ന്, ഇവനാണ് എന്നെ പരിപാലിക്കുന്നതെന്ന്, ഇവനാണ് എന്റെ മാസ്റ്റർ എന്ന് ഈ നായ്ക്കുട്ടിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അനുസരിക്കുന്നത്. സുമ്മേരി ഇപ്പോഴൊക്കെ ഉണ്ടായിരിക്കടാ എന്നൊക്കെ പറയും പണ്ട് കാരണന്മാർ സുമ്മയിരിക്കുന്നത്. ഇതുപോലെ യേശു കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ശിഷ്യന്മാരുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ കാറ്റും കടലും ഈ കോളിളക്കവും കണ്ടിട്ട് യേശു കടലിനോട് പറഞ്ഞു സുമ്മേരി എന്ന് പറഞ്ഞപ്പോൾ കടൽ എന്ത് ചെയ്തു എന്നറിയാമോ? വാലാട്ടി ആട്ടി നായ്ക്കുട്ടി നാവലപ്പിക്കുന്നത് പോലെ തിരമാലകൾ അലപ്പിച്ച് നോക്കി നിന്നു. എന്ത്? തന്റെ നാഥനെ. കാരണം കടലിനറിയാം ഇവനാണ് എന്നെ സൃഷ്ടിച്ചതെന്ന്, കടലിനറിയാം ഇവനാണ് എന്നെ പരിപാലിച്ചതെന്ന്, കടലിനറിയാം ഇവൻ എന്നെ രണ്ടായി പിളർന്ന് തന്റെ ജനത്തെ എന്റെ മാറിലൂടെ കടത്തിക്കൊണ്ടു പോയവനെന്ന്. ഈ കടലിനറിയാം ഇവനാണ് എന്നെ ചവിട്ടി മെതിച്ച് നടന്നു പോയവനെന്ന്. ഇവനാണ് എന്റെ സൃഷ്ടാവ്, ഇവന് ഞാൻ അനുസരിക്കണം, ഇവനാണ് എന്റെ കർത്താവ് എന്ന് മനസ്സിലാക്കി നാവ് അലപ്പിച്ച് ഇരുന്നു പോയി. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇക്കരെ നിന്ന് അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന സഹിയോൻ സഞ്ചാരികളാണ്. എന്നെയും നിങ്ങളെയും യേശു ഇക്കരെ നിന്ന് അക്കരയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ഈ സംസാരമാകുന്ന സാഗരത്തിലൂടെ ഞാനും നിങ്ങളും നമ്മുടേതായ വഞ്ചികളിൽ, കുടുംബത്തിന്റെ വഞ്ചികളിൽ യാത്ര ചെയ്യുന്നു. ഈ സംസാരമാകുന്ന സാഗരത്തിൽ, ലോകമാകുന്ന ഈ കടലിൽ ഒരുപാട് ഒരുപാട് കോളിളക്കങ്ങൾ നമുക്കുണ്ടാകും. കാറ്റ് വന്ന് നമ്മളെ അരച്ച് തട്ടിയെറിയും, തിരമാലകൾ വന്ന് നമ്മെ ആർത്ത് ഇരച്ച്
നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, നമ്മുടെ ധനം, നമ്മുടെ അനുഭവ സമ്പത്ത് എന്നിവ കൊണ്ടൊക്കെ ഈ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ നാം ഒക്കെ പരിശ്രമിക്കും. നമുക്ക് ആർക്കും ഒരു രക്ഷയും കിട്ടുകയില്ല, നാം ഓർക്കണം. അപ്പോഴൊക്കെ നാം ഒന്ന് ഓർമ്മിക്കേണ്ടതുണ്ട്, യേശു നമ്മോടൊപ്പം ആ വഞ്ചിയുണ്ട്. ഇക്കരെ നിന്ന് അക്കരയ്ക്ക് വിളിച്ചവൻ അവനോട് പറയണം, യേശുവേ നീ ഇത് കാണുന്നില്ലേ? ഞങ്ങളെ ഈ തീർത്ഥാടകനായ ഞങ്ങൾ ഈ ലോകമാകുന്ന സാഹചര്യത്തിൽ തകർന്നു പോകുന്നു, നീ കാണുന്നില്ലേ? ഞങ്ങളിത് നശിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ വാവിട്ട് കരയുക. അപ്പോൾ യേശു എഴുന്നേറ്റ് ആദ്യം കൂടി ഒന്ന് നോക്കും. ഈ ലോകത്തിൽ കാറ്റും വിഷറും, ഈ ലോകത്തിൽ സുനാമി തിരകളും കൊണ്ട് എൻ്റെ മക്കളെ തകർക്കാൻ പോകുന്നെന്ന് മനസ്സിലാക്കുമ്പോൾ യേശു നോക്കിയിട്ട് പറയും, ശുംഭനെ, ഈ ലോകം നമുക്ക് മുമ്പ് വാലാട്ടിയാട്ടിയിരിക്കുന്നത് കാണാം. കാരണം എന്താണെന്ന് അറിയാമോ? ഈ ലോകത്തിനറിയാം ഇവനാണ് എന്നെ സൃഷ്ടിച്ചതെന്ന്. ഈ ലോകത്തിനറിയാം ഇവനാണ് എന്നെ പരിപാലിക്കുന്നതെന്ന്. ഈ ലോകത്തിനറിയാം ഇവനെ ഞാൻ കീറി മുറിച്ച് ഭൂമിക്കടിയിലാക്കിയിട്ട് 3-ാം ദിവസം ഉയർത്തു വന്നേറ്റത് എഴുന്നേറ്റത് ഇവനാണെന്ന് ഈ ലോകത്തിനറിയാം. അതുകൊണ്ട് ലോകം കിടുകിട നമ്മുടെ മുന്നിൽ വിളച്ചിരിക്കും. ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട. ഇതാണ് യേശുവിൻ്റെ ജനനത്തിലൂടെ നമുക്ക് നൽകുന്ന വലിയ സന്ദേശം. ഭയപ്പെടാതിരിക്കുക. യേശു ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്തിനും ഭയപ്പെടുന്നു? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഇല്ലേ? ഈ വലിയ സന്ദേശം ഞാനും നിങ്ങളും സമാധാന വല്യായ്മയുടെ ഒരു ഘട്ടത്തിൽ ജീവിക്കുമ്പോൾ യേശു നമ്മോട് പറയുന്നത്, അവിടുത്തെ ദൂതർ വഴിയായിട്ടും സന്ദേശങ്ങൾ വഴിയായിട്ടും നമ്മോട് പറയുന്നത്, ഭയപ്പെടാതിരിക്കുക, വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക. ഇവിടെ രക്ഷകൻ പിറക്കണം. എല്ലാം മറന്നു മാനദണ്ഡങ്ങളില്ലാതെ ഉപേക്ഷിച്ചവരെ സ്വീകരിച്ച് ഇവിടെ രക്ഷകൻ പിറക്കട്ടെ. ഈ കരോൾ സിംഗിന് ഇതിൻ്റെ സന്തോഷം മറ്റുള്ളവരിലേക്കും, നാം ആരെയെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരിലേക്കും നാം പകർന്ന് രക്ഷകൻ ഇവിടെ ജനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പേരിൽ ഈ കരോൾ ഗായക മത്സരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. Thank you very much, Archana, for the enlightening message. ദയവായി വിനീതമായി അപേക്ഷിക്കുന്നു. പുറത്ത് സ്ഥലമില്ലാതെ നിൽക്കുന്നു. The music you now heard was the theme music of Carol Night. മുതൽ 20 അംഗങ്ങൾ വരെ അനുവദനീയമാണ്.
എല്ലാം നല്ലതായിരുന്നു, പെർഫോമൻസ് നല്ലതായിരുന്നു, ട്യൂൺ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വാക്കുകൾക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. കഴിവതും നമ്മുടെ ക്രിസ്തീയ ഗാനങ്ങൾ നമ്മൾ പാടുമ്പോൾ അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ആ പാട്ടുകൾ പുറപ്പെടുവിക്കാനും അതിലൂടെ അനേകരെ ദൈവത്തിലേക്ക് ആകർഷിക്കുവാനൊക്കെ വേണം. നമ്മൾ ഓരോരുത്തരെയും ദൈവം സഹായിക്കുന്ന എല്ലാ ടീമുകൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. വിഷ് യു ഓൾ മെറി ക്രിസ്മസ് ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. താങ്ക് യു. 7 goes to lot number 1, Arthaj Kundagulam Marthoma Church. Now, the first prize. We welcome the team leader of chess number 3, St. Paul CSI Church, Kundagulam, to receive the prize. The choir leader of chess number 3, St. Paul CSI Church, Kundagulam. We invite Reverend Father C.K. Yogananachan to give away the prizes. Lot number 4, Marthoma Big Church. And lot number 5, Ma Yohanan Marthoma Church. Ma Yohanan Mandana Church. We invite the choir leaders to come and take their prizes. Choir leader of Martha Mariam Big Church. Thank you all the teams. Yours was a wonderful performance. ബഹുമാനപ്പെട്ട അതിഥി തോമസ് ചക്രവർത്തി, ഇടവകയിലെ അവർ ഡേവിഡ് ഡാനിയൽ, മറ്റു വിശിഷ്ടാതിഥികളായ പട്ടക്കാർ, പങ്കെടുത്ത ടീമുകൾ, ഇവിടെ സന്നിധരായിരിക്കുന്ന മറ്റു ജനങ്ങൾ, എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുക എന്ന കർത്തവ്യമാണ് എൻ്റെ വിശുദ്ധമായിരിക്കുന്നത്. ആദ്യമായി ഞങ്ങളുടെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും മുഖ്യാതിഥിയായി ഇവിടെ സമർപ്പിക്കുകയും നമുക്ക് ഒരു നല്ല ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്ത റവറൻഡ് തോമസ് ചക്കാലമറ്റ നന്ദി ഇടവകയുടെ പേരിലും യുവജന സംഘത്തിൻ്റെ പേരിലും അറിയിച്ചു തന്നു. ഈ ഗാന മത്സരത്തിൽ മത്സരാർത്ഥികളാകാനും ഒപ്പം തന്നെ തങ്ങളുടെ അനുഗ്രഹീത സാന്നിധ്യവും ആശംസകളും നൽകുന്നതിനായി കടന്നു വന്ന എല്ലാ പ്രിയ കരോൾ ഗാന സംഘങ്ങളോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇവിടെ വന്നിട്ടുള്ള മറ്റു പട്ടക്കാരായ റവറൻഡ് ജോൺസൺ വർഗീസ്, റവറൻഡ് ടിൻഡോത്തുമുത്തി, റവറൻഡ് C.K. യോഹന്നാൻ, അവരോടുള്ള നന്ദിയും ഈ ഇടവകയുടെ പേരിലും യുവജന സംഘത്തിൻ്റെ പേരിലും അറിയിച്ചു. അതുപോലെ ഈ കരോൾ ഗാന മത്സരത്തിൽ വിധികർത്താക്കളായിരിക്കുകയും ആ കർമ്മം മനോഹരമായി നിർവഹിക്കുകയും ചെയ്ത മിസ്റ്റർ രാമലായനി, മിസ്റ്റർ മെൽവിൻ, റവറൻഡ് ജോൺസൺ വർഗീസ് എന്നിവരോടുള്ള നന്ദിയും ഇടവകയുടെ പേരിലും യുവജന സംഘത്തിൻ്റെ പേരിലും അറിയിച്ചു.
ഈ കരോൾ ഡാൻസ് മനോഹരമായി തീർക്കാൻ എന്നോടൊപ്പം സഹകരിച്ച കീബോർഡിസ്റ്റ് മിസ്റ്റർ വിനീതിനോടൊപ്പം നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി ഈ ഗാനമത്സരത്തിൽ ഞങ്ങളുടെ ശബ്ദം ക്രമീകരിച്ചെന്ന ജോളി സോൺ, അതുപോലെ ക്യാമറ സൗകര്യം ഒരുക്കുന്ന മിസ്റ്റർ ആക്മിയും LCD പ്രൊജക്ടർ സൗകര്യം ഒരുക്കുന്ന മിസ്റ്റർ ബെൻ റോജർ, അതുപോലെ